വളരെ പ്രത്യാശയോടുകൂടിയാണ് ആകുലതകളുടെ നടുവിലും നാം ആയിരിക്കുക. നാം നേരിടുന്ന സമാനതകളില്ലാത്ത വെല്ലുവിളികളുണ്ട്. അത്തരം വെല്ലുവിളികൾ സഭ എന്നും നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുൻപിലൊന്നും നഷ്ടധൈര്യരായി പോയിട്ടില്ല. കാരണം യുഗാന്തത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന ഈശോയുടെ വാക്കുകൾ തന്നെ. അപ്പസ്തോലന്മാര് കടലിന് നടുവിൽ എല്ലാം തീർന്നു എന്ന് കരുതി നിലവിളിക്കുമ്പോൾ ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടരുതെന്ന് അവരെ ആശ്വസിപ്പിച്ച് രക്ഷയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തിയ ഈശോ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കൂട്ടായ്മയോടുകൂടെ നാം എടുത്ത തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട്. കുടുംബങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളികളുണ്ട്. അതിന് എങ്ങനെയാണ് നമുക്ക് ക്രിയാത്മകമായ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകേണ്ടത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓരോന്നും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. കുടുംബത്തെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് അത് ശക്തിപ്പെടുത്തുന്നതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. നമ്മുടെ കാർഷിക മേഖലയിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കുടുംബ കേന്ദ്രീകൃതമാണ്. കുടുംബത്തിന് സാമ്പത്തികമായ പിന്തുണയില്ലെങ്കിൽ കുടുംബം മറ്റു വഴികൾ തേടേണ്ടി വരും. അതുപോലെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൈഗ്രേഷൻ, അങ്ങനെ കുടുംബം നേരിടുന്ന വിശ്വാസ മേഖലകളിലുള്ള പ്രതിസന്ധികളും സാമ്പത്തിക മേഖല, സാമൂഹ്യ മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ, അതെല്ലാം നമ്മൾ വിലയിരുത്തി അതിനുശേഷം കൃത്യമായ കർമ്മ പദ്ധതികൾ രൂപം കൊടുത്തിട്ടുണ്ട്. നമുക്കത് ക്രിയാത്മകമായിട്ട് തീരുമാനങ്ങളെടുത്ത് നടപ്പിൽ വരുത്തിയാൽ മതി. തീർച്ചയായിട്ടും അത് നടപ്പിൽ വരുത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കാർഷിക മേഖല വളരെയധികം പ്രതിസന്ധി നേരിടുന്നതാണ്. കാർഷിക മേഖലയിൽ നാം ആരംഭിച്ചിട്ടുള്ള ടാസ്ക് ഫോഴ്സ് സൊസൈറ്റിയും അതുപോലെ ഇൻഷുറൻസ്, കർഷകർക്കായിട്ട് ഇൻഷുറൻസ് ഏർപ്പെടുത്തുക, പിന്നെ ഗവൺമെന്റ് തലത്തിൽ ഇടപെട്ടുകൊണ്ട് കർഷകരെ സഹായിക്കുവാനായിട്ട് ആവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതികൾക്കും രൂപം നൽകാൻ ഓരോ ഇടവകകളിലും വിപണികൾ തുറക്കണമെന്നുള്ള നല്ല നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയത് നമുക്ക് പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഒന്നുമുള്ളതല്ല. കാരണം നമുക്ക് കത്തോലിക്ക കോൺഗ്രസ് വളരെ ശക്തമായിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിലൂടെ ഓരോ ഇടവകയിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരിലൂടെ തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ വലിയ കർമ്മ പദ്ധതിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമുക്കതിനെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. നമ്മുടെ രൂപതയിൽ നിന്നുള്ള വിദേശത്തേക്കുള്ള ഒഴുക്ക്, അതിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടെയും നമ്മുടെ ആളുകൾ ഉണ്ടല്ലോ, അവിടെയും അവർ നമ്മളെ സഹായിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ പ്രിയപ്പെട്ട ദുബായിൽ നിന്നുള്ള സഹോദരങ്ങൾ നമ്മോടൊപ്പം ഉള്ളത്. അത് നമുക്ക് തളർച്ചയല്ല, വളർച്ചയാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് അവരെയും കൂടി ഈ ചേർത്ത് നിർത്തണം. അതിന് പ്രവാസി അപ്പോസ്റ്റലേറ്റ് തീർച്ചയായിട്ടും നാം തുടങ്ങും. അതിനുവേണ്ട കാര്യങ്ങൾ അവർ നല്ല നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അവരുടെ പിന്തുണ നമുക്കുണ്ടാകും. അപ്പോൾ നമുക്കതും പുറത്തേക്ക് ആളുകൾ പോകുന്നുണ്ടെങ്കിലും അത് നമ്മുടെ രൂപതയ്ക്കും അതൊരു ശക്തിയായിട്ട് മാറുവാൻ സാധിക്കും. യുവജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് യുവജനങ്ങളെ സഹായിക്കുക? അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടാണ് അതിന് സാധിക്കും. അതിന് നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുത്തു. ശ്രീ വിൽസൺ തടത്തിൽ നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരു ഫൗണ്ടേഷൻ, അത് തീർച്ചയായിട്ടും നമ്മൾ ആരംഭിക്കും. യുവജനങ്ങൾ അവർക്ക് നന്നായിട്ട് പഠിക്കുന്നതിനും അവർ പ്രവർത്തിക്കുന്നതിനും എല്ലാം തന്നെ അതിന് സഹായകമായിരിക്കും. ഞങ്ങള് ഒറ്റയ്ക്കല്ല ആരും, ഞങ്ങൾ കൂടെയുണ്ട് എന്ന ആ മുദ്രാവാക്യം, അതുകൊണ്ട് അത് തീർച്ചയായിട്ടും കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം ആയിരിക്കും. ബിസിനസ് ഫോറത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. AKCC സംഘടനയ്ക്ക് ഏറ്റെടുക്കാവുന്ന ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് ബിസിനസ് ഫോറം. ഈ ബിസിനസ് ഫോറവും നമ്മൾ രൂപീകരിക്കാൻ സഹായിക്കുമെന്ന ഉറപ്പ് നമുക്ക് തീർച്ചയായിട്ടും ശക്തിയാണ്. ഇവിടെ നാം നേരിടുന്ന വലിയ വെല്ലുവിളികളുടെ നടുവിലും പ്രത്യാശയുടെ കിരണങ്ങളാണ് ഈ അസംബ്ലി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ചടുലമായ നീക്കങ്ങളിലൂടെ കൃത്യതയാർന്ന പദ്ധതികളോടുകൂടി നമുക്ക് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാം. നമുക്ക് അലസരായിട്ടിരിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന കവിവാക്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് ഒരു ഹൃദയം ഒരു ആത്മാവും എന്ന ആദിമസഭയുടെ ചൈതന്യം, ഒരു കുടുംബം എന്ന മനസ്സോടുകൂടി നമ്മുടെ രൂപതയെ മാത്രമല്ല നമുക്ക്
മുഴുവൻ നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും മാതൃകയായിക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും കർമ്മപഥത്തിലേക്ക് അവയെ എത്തിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. നിങ്ങൾ ഈ അസംബ്ലിയിൽ പങ്കെടുക്കുക സാധിച്ചത് വലിയ ഒരു ഭാഗ്യമാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നമുക്കുണ്ടായിരുന്നു. എപ്പോഴും വിശുദ്ധ അൽഫോൻസാമ്മയുടെ സഹായവും വളരെ നല്ല ദിവസങ്ങൾ നൽകി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള വ്യക്തിപരമായ എൻ്റെ കൃതജ്ഞത ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുകയും മുന്നോട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിന് സ്തുതി.